മിടുക്കൻ മിടുമിടുക്കൻ ഭയങ്കര ചങ്കൂറ്റൻ പയ്യൻ. അല്ല മോളെ, നീ ഇവിടെ അങ്ങ് സ്ഥിരതാമസമാക്കിയിരിക്കാണോ? ഇടയ്ക്കൊന്ന് വീട്ടിലേക്കല്ലേ? എവിടെ നല്ല കുഞ്ഞ്? അടുക്കളയിലുണ്ട്. എന്താ ഉമ്മരപ്പെട്ടിരുന്നുണ്ടോ അരി പാറ്റുന്നത്? ഒന്നെന്നിട്ട് മാറ്. നല്ല കുഞ്ഞേ, നല്ല കുഞ്ഞ് കിട്ടി കിട്ടി, പറ്റിയ ഒരാളെ കിട്ടി. എന്തിനാ? ഇവിടുത്തെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാളെ വേണമെന്ന് കുഞ്ഞ് പറഞ്ഞിരുന്നില്ലേ? അതിന് പറ്റിയ ഒരാളെ കിട്ടി. മിടുമിടുക്കൻ. എവിടെ കുഞ്ഞ് വന്നേ? വാസു എന്നാണ് പേര്. സ്വല്പം വടക്ക് നിന്ന ഈ പൊടിയൻ മകനാണ്. അച്ഛാ, ഇത് ആ പെണ്ണല്ലേ നമ്മളോട് വഴക്കൂടിയ പെണ്ണ്? എടോ കാരണവരെ, എന്നെ ഈ മഹാറാണിയുടെ കൊട്ടാരത്തിലേക്കാണോ താൻ കൂട്ടിക്കൊണ്ടുവന്നത്? അയ്യപ്പൻ ചേട്ടാ, ഇയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആര് പറഞ്ഞു? അല്ല, നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇയാൾ ഒരു റൗഡിയാണ്. ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് ഇവിടുന്ന്. ഇടോ, സാറിന് എവിടെയാണോ? എന്നാ അവനെ കണ്ട ഉടനെ എന്നോടൊന്ന് പറഞ്ഞുകൂടെ? കിടക്ക് പുറത്ത്. കേട്ടോ കുഞ്ഞെ, മോലേഷൻ കണ്ടപ്പോ നല്ലൊരു പൈനാണെന്ന് അതുകൊണ്ട് പിടിച്ചോണ്ട് വന്നാ. കിടക്ക് പുറത്ത്. കാര്യം പറയാതെ കണ്ട അശ്രീരങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് താൻ അപമാനിക്കുകയാണ്. കൊച്ചമ്മയുടെ കൊട്ടാരത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ അറിഞ്ഞില്ല. വടാപ്പു വരട്ടെ കൊച്ചമ്മേ, പിന്നെ കണ്ടോളാം. തനിക്കെന്താ അവിടെ? ഒന്നുമില്ല, ചുമ്മാ ഇത് വഴി വന്നപ്പോ ഒന്ന് കേറിയതാ. താൻ ഈ രണ്ട് തോണിയിൽ കാല് വെക്കും. ഒന്നുകിൽ എന്റെ കാര്യം നോക്കി ബംഗ്ലാവിൽ, അല്ലെങ്കിൽ ഈ നിഷേധിപ്പിന്റെ കൂടെ ഇവിടെ നിന്നോ? ആരാ ഇപ്പൊ പോയത്? അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാള് വേണമെന്ന് പറഞ്ഞിരുന്നു. അതിന് ഇവിടെ കാര്യക്കാരനല്ല വേണ്ടത്, സംബന്ധക്കാരനാ. അതാ പെണ്ണെ പറഞ്ഞ് മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. എനിക്കിപ്പോ ആരും സംബന്ധക്കാരനെ അന്വേഷിക്കണ്ട. പിന്നെ ഇങ്ങനെ കഴിയാനാണോ ഭാവം? അത് ഇളയച്ചൻ അറിയണ്ട. മര്യാദയ്ക്ക് ഈ കൊച്ചനിയെ കല്യാണം കഴിച്ച് സുഖമായി ബംഗ്ലാവിൽ ഒന്ന് താമസിച്ചു. അതാ നിനക്ക് നല്ലത്. നാട്ടില് ആണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം വന്നു? പെണ്ണുങ്ങൾക്കും ദാരിദ്ര്യമില്ലടി. ഓ, എന്നോടുള്ള സഹതാപം കൊണ്ടായിരിക്കും. അതിന് മറുപടി നിന്റെ ഇളയച്ചൻ പറയും. നീ എന്റെ ചേട്ടന്റെ മകളാണ്. ഈ വക കാര്യങ്ങൾ ചോദിക്കാനും പറയാനും എനിക്ക് അധികാരമുണ്ട്. ആ അധികാരം എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഞങ്ങളെയൊക്കെ ധിക്കരിച്ച് ഈ നാട്ടിൽ ജീവിക്കാമെന്ന് തന്നെയാണോ നിന്റെ ഭാവം? അതിന് കഴിയുമോന്ന് ഞാൻ നോക്കട്ടെ. പരാജയപ്പെട്ടാൽ നിങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. ഒരു പെണ്ണിന് ഇത്രയും തന്റെ ഉണ്ടാകും? പെണ്ണിനെ ഉണ്ടാവും. എങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണമടി. ഈ പെണ്ണ് വട്ടാണ്. കുച്ചനയും വരൂ, നമുക്ക് പോവാം. അയ്യപ്പൻ ചേട്ടാ, ഓ, എന്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ എനിക്ക് തന്നെ ഏറ്റെടുത്ത് നടത്തണം. വക്കീലിനെ കണ്ട് ഇന്ന് തന്നെ ഇളയച്ചന് ഒരു നോട്ടീസ് അയക്കണം. എനിക്കറിയാം അത് വേണ്ടി വരുമെന്ന്. നോട്ടീസിന്റെ ഒരു കരട് ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കി. ചേച്ചി അവരോടൊന്നും വഴക്കിന് പോകണ്ട, ആപത്താണ്. അങ്ങനെ ഇവരെയൊക്കെ പേടിച്ചാ ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കും ജാനു. പരിചയപ്പെട്ടപ്പോ നല്ലൊരു മനുഷ്യരാണെന്ന് തോന്നി. അതാണ് നമ്മൾ ആചാര്യടുത്തേ കൂട്ടിക്കൊണ്ടു. ഇക്കാലത്ത് ആരാ നല്ല മനുഷ്യര്, ആരാ ബെടക്ക് മനുഷ്യരെന്ന് എങ്ങനെ അറിയാ? എന്തേ രണ്ടായാലും ഞമ്മക്ക് കണക്ക് തന്നെയാണ്. ആട്ടെ, ഇവനിക്കിപ്പോ എന്താ വേണ്ടിയത്? ഒരു ജോലി ചെയ്ത് ജീവിക്കണം. ഞാൻ ഈ നാട്ടിൽ അന്യനാണ്, വിശ്വസിക്കാൻ വിഷമം കാണും. ഇനിയിപ്പൊ നാട്ടുകാരനായതുകൊണ്ട് എന്താ വിശേഷം? ഞമ്മളിപ്പോ അതല്ല ആലോചിക്കണേ. അനക്ക് തരാൻ പറ്റിയ പണി എന്താണെന്നാണ്. രാഘവാ, ഇവിടെ വാ. ആ, ഞമ്മളെ കാലിയത് കൊണ്ടുവന്ന ആളാണ്. കൂപ്പിൽ പോവാനും കണക്കെഴുതാനും മറ്റു ബനിയും കൂടി വെച്ചോളുണ്ട് കേട്ടാ. ശരി. മുതലാളിന്ന് വിളിച്ചും ഓച്ചാനിച്ചു നിന്നൊന്നും എനിക്ക് പരിചയമില്ല. അത് നേരത്തെ പറയണമല്ലോ. തരുന്ന ജോലി ആത്മാർത്ഥമായും സത്യസന്ധമായും ഞാൻ ചെയ്യും. അങ്ങനെയുള്ള ആളുകളെയാണ് ആചാര്യർക്ക് ഇഷ്ടം. ആചാര്യ കമ്പനി തൊഴിലാളി സമരമില്ലാത്ത കമ്പനിയാണ്. പണിയെടുക്കുന്നവർക്ക് ന്യായമായ കൂലി കൊടുത്താൽ പിന്നെന്തിനാണോ സമരം?
എടാ മോനെ അരച്ചത് മതി, വേഗം കൊണ്ടുപോവാ. ഇതാ ഇപ്പൊ കൊണ്ടുവരാ അച്ഛാ. നല്ല രസം. എടാ മോനെ, മീൻകറി ഇന്ന് കലക്കിയതല്ലേ. വെരി ഗുഡ്. ഇനി മോൻ പ്ലേറ്റ് എല്ലാം വേഗം എടുത്ത് വെക്ക്. മീൻകറിയുടെ മണം കേട്ടിട്ട് വേഗം നിന്നാൻ കൊതിയാവുന്നില്ലേ? ഈ അച്ഛൻ്റെ ഒരു നോണ. നല്ല അച്ഛനും മോനും ഒരുത്തുണ്ട്. എടാ മോനെ, കാലിനും കൂടി പ്ലേറ്റ് വെക്കേ. മോനെ മോയെ മുകളിലേക്ക് കയറി അവിടെ ഇരുന്ന കാലിയൊക്കെ കളിപ്പിച്ചേ. അങ്ങോട്ട് എടുത്തോളൂ, ഇങ്ങോട്ട് എടുത്തോളൂ. ചൂടുണ്ടല്ലേ, അവിടെ ഇരുന്നോളൂ നിങ്ങള്. ആ കൂട്ടാ എടുത്തോളി. ചൂടുണ്ടായപ്പോ സൂക്ഷിച്ചെടുക്കണ്ടേ കയ്യില്. വിളമ്പിക്കോ. മെല്ലെ മണിത കൂട്ടാനാ നമ്മള് കഴിച്ചോളാം. ഇനി കാല് കഴിക്കേ. അല്ല, അത് പറഞ്ഞില്ലല്ലോ. ഏത്? മോന്റെ അമ്മയോട് പോയി. മതിയമ്മേ, പോരാ, ഇത് മുഴുവൻ കഴിക്കണം. എനിക്ക് വേണ്ട. നിക്കട അവിടെ. എടാ അവിടെ നിക്കാൻ. ഇത് മുഴുവൻ കഴിക്കും. അവിടെ നിക്കാൻ. നോക്കിക്കോ, ഇപ്പൊ തല്ല് വാങ്ങിക്കുന്നത്. അവിടെ നിക്കവിടെ. ഇത് മുഴുവൻ കഴിക്കാം. അല്ല, എന്താ മോൻ കരയുന്നത്? എനിക്കെന്റെ അമ്മയെ കാണണോ? ഊണ് കഴിക്കുക, എന്നിട്ട് കാണിച്ചു തരാം. വേണ്ട, എനിക്ക് എന്റെ അമ്മയെ കണ്ടാ മതി. മോനെ 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 അവിടെ ഇരിക്കും, കാര്യമൊക്കെ പറയട്ടെ. നിങ്ങളൊന്നും പറയണ്ട. അമ്മയെ പറ്റി ഓർമ്മ വന്നാൽ ഇങ്ങനെ. അതാണ് ഞമ്മൾ അറിഞ്ഞില്ല കേട്ടോ. സാരമല്ല, കുറച്ചു നേരം കരയും, പിന്നെ മറന്നു പോകും. മോനെ 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 കാലിക്ക ഒരു കഥ പറഞ്ഞത്. മോൻ വന്ന് ചോറ് തന്നു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അമ്മയെ ചോദിച്ചിരുന്നത്. ചോറ് തിന്നണ്ടെങ്കിൽ വേണ്ട, വന്ന് കിടന്ന് ഉറങ്ങിക്കോ. വരില്ല. ഒരൊറ്റ അടിയിച്ച അടിക്കലേ അടിക്കലോ, അവൻ ചെറിയ കുട്ടിയല്ലേ. കയ്യോ കയ്യോ പോയി കിടന്നോ. കിടക്കട്ടെ.